ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫൈസ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർക്ക് റിക്വസ്റ്റ് ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവും. അതായത് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മളെ റിക്വസ്റ്റ് അയച്ച് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയച്ചിട്ടുണ്ടാവും. പണ്ടെങ്ങാനും ചിലപ്പോൾ അയച്ചതുണ്ടാവും, നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. ആർക്കൊക്കെ അയച്ച് എത്ര പേർക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നാളുകൾ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകുമല്ലോ. അപ്പോൾ നമ്മൾ മറന്നു പോയി അങ്ങനെ റിക്വസ്റ്റുകൾ ചിലപ്പോൾ കുറേ എണ്ണം കുറേ ആൾക്കാരുടെ അക്കൗണ്ടിൽ കിടക്കേണ്ടതായിരിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അവർ കാണിച്ചതും, അതായത് കുറച്ച് സെറ്റിങ്സുകളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ആർക്കൊക്കെ പ്രൈവറ്റ് അക്കൗണ്ടുകൾക്കൊക്കെ എത്ര പേർക്കൊക്കെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ അത് ആർക്കൊക്കെയാണ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിന് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ വന്നില്ല നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ള ഫോളോ റിക്വസ്റ്റുകൾ എങ്ങനെ എടുക്കാനാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ പണ്ടെങ്ങാനും കുറേ ആൾക്കാർക്ക് പ്രൈവറ്റ് അക്കൗണ്ടുകൾക്ക് ഫോളോ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ മറന്നുപോയിൻ്റെ വാൽക്കൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഈ സൈഡിൽ 3 വര അമർത്താം. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എടുക്കുക. അപ്പോൾ ഇതേപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിന് ശേഷം ഇവിടെ യുവർ അക്കൗണ്ട് ആൻഡ് പെർമിഷൻ, അതായത് യുവർ ഇൻഫോർമേഷൻ ആൻഡ് പെർമിഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് യുവർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഡൗൺലോഡ് ഓർ ട്രാൻസ്ഫർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ 2-3 അക്കൗണ്ട് ഉണ്ട്. അതായത് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വേറെ അക്കൗണ്ട് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ഇതാണ് എൻ്റെ മെയിൻ അക്കൗണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ സം ഓഫ് യുവർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ 2-3 അക്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് നേരത്തെ ആ സ്റ്റെപ്പ് വന്നത്. അത് നിങ്ങളിൽ ചിലപ്പോൾ അക്കൗണ്ട് ഉള്ളെങ്കിൽ അങ്ങനെ സ്റ്റെപ്പ് ചിലപ്പോൾ വരില്ല, ജസ്റ്റ് നോർമലായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് എടുത്തതിന് ശേഷം സം ഓഫ് യുവർ ഇൻഫോർമേഷൻ എടുത്തതിന് ശേഷം ഇവിടെ ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതായത് ഇവിടെ കുറേ ഓപ്ഷനുകൾ കാണാം. അപ്പോൾ അതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണം. അപ്പോൾ ഇവിടെ കണക്ഷൻസിൻ്റെ അടിയിൽ ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് എന്ന് പറഞ്ഞ് ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ടു ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഡൗൺലോഡ് ടു ഡിവൈസ് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നമ്മുടെ ഡേറ്റ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഡേറ്റ് റേഞ്ച് എടുക്കുക. അതിന് ശേഷം ഇവിടെ ഓൾ ടൈം കാണാം. ഓൾ ടൈം എടുത്താൽ നമ്മൾ ഇതുവരെ സെലക്ട് ചെയ്ത എല്ലാം, അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ടുള്ളത് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് സേവ് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ഫയൽസ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ജസ്റ്റ് ക്രിയേറ്റ് ഫയൽ കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത് പ്രോഗ്രസ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഇൻസ്റ്റാഗ്രാം എടുക്കുക. കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ അതിന് ശേഷം മുകളിൽ 3 വരകൾ അമർത്തുക. അക്കൗണ്ട് സെൻറ്റർ എടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇവിടെ നമ്മൾ നേരത്തെ എടുത്ത ഇൻഫോർമേഷൻ ആൻഡ് പെർമിഷൻസ് എടുക്കുക. അതിന് ശേഷം ഇവിടെ ഡൗൺലോഡ് ചെയ്ത ഇൻഫോർമേഷൻ എടുക്കുക. അപ്പോൾ ഇതേപോലെ കറൻറ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഡൗൺലോഡും ഡിലീറ്റും ആയിട്ടൊരു സംഭവം ഒന്ന് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പാസ്വേഡ് അടിച്ച് കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഡൗൺലോഡ് അതിൻ്റെ പാസ്വേഡ് അടിച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ഡൗൺലോഡ് ആവും ഫയൽ. ഒരു സിപ്പ് ഫയലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്റ്റ് ഫയൽസ് ടു കൊടുക്കുക. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോൾഡറിൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. നമ്മൾ സാധാരണ ഫയൽസൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ നോർമൽ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒരു ഫോൾഡർ ആയിരിക്കും വരിക. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ കണക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് സെക്ഷൻ കാണാം. അതിൽ ഫോളോവേഴ്സ് ആൻഡ് ഫോളോയിങ് എടുക്കുക. അതിലിവിടെ പെൻഡിങ് ഫോളോ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നിങ്ങളെ ഫോളോ റിക്വസ്റ്റ് അയച്ച ആൾക്കാർ, അതായത് പെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ റിക്വസ്റ്റൊക്കെ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ ആ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ റിക്വസ്റ്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതേപോലെ കുറേ അക്കൗണ്ടുകൾ നിങ്ങൾ അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഷെയർ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അതിന് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്തുക. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.